വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലമായി. അപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അതിൻ്റെ ആ ഒരു മേലെയുള്ള ആ ഒരു ഫാന് പോലത്തെ സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട്, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്, ഒരു സിസർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ മീഷോ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടും. ആദ്യം തന്നെ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ആ ഒരു ഫാനിൻ്റെ ആ ഒരു ലീഫ് പോലത്തെ സംഭവം കട്ട് ചെയ്തെടുക്കുക. ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് ഒന്നുമല്ല, സാധാരണ ചെറിയ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കാണ്. കട്ട് ചെയ്താൽ നമുക്ക് ചക്കക്കുരുവിൻ്റെ പുറത്തേയുള്ള തോല് പോലെ തോന്നും. അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പിന്ന് വെച്ചിട്ട് അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ തീത്തട്ടിച്ചിട്ട് ഹോൾ ഇടാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മളൊരു ജംപറിങ് എടുത്തിട്ട് നെയിൽ കട്ടർ വെച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് അത് ആ ഒരു ഹോളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇയറിങ്ങിൻ്റെ ഒരു ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ലോക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നെയിൽ കട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. 90 റുപ്പീസ് എങ്ങാനാണ് ഒന്നിന്. ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാനത് യൂസ് ചെയ്യാറില്ല. അധികവും ഞാൻ നെയിൽ കട്ടർ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് രണ്ടാമത്തെ ഒരു മോഡൽ വീഡിയോ ആണ്. അല്ല, രണ്ടാമത്തെ മോഡൽ കമ്മലാണ്. ഈ ഒരു സെയിം വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണ്. അതിൻ്റെ അകത്തുള്ള ആ ഒരു കുഴൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കുഴലിന് പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നേരത്തെ എടുത്ത അതേ സാധനങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ്, സിസർ, നെയിൽ കട്ടർ. ഈ ഒരു കുഴൽ നമ്മൾ ഈക്വലായിട്ടുള്ള ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ജംപറിങ് എടുത്ത് നെയിൽ കട്ടർ വെച്ച് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജംപറിങ്ങും പല സൈസിലും അവൈലബിൾ ആണ്. കൊളുത്തും പല കളറിലും അവൈലബിൾ ആണ്. ഗോൾഡൻ കളറിലും സിൽവർ കളറിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. 30 രൂപയാണ് പാക്കറ്റിന്. അത് വളരെ ലാഭകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. നിങ്ങൾ നെയിൽ കട്ടർ വെച്ചിട്ട് അത് ടൈറ്റ് ആക്കി കൊടുക്കുക. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരാം.